പ്രബോധന രംഗത്ത് പുത്തനുണർവുമായി ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ്ബ് അവതരിപ്പിക്കുന്നു രാത്രി സന്ദേശം. എന്നും രാത്രി 9 മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു. കേൾക്കുക, പ്രബുദ്ധരാവുക, മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബിസ്മില്ല, അൽഹംദുലില്ല, അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ല വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. പ്രിയ ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ്, എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന മാന്യ ശ്രോതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈമാൻ എങ്ങനെ കൂട്ടാം? നമ്മുടെ ഹൃദയം ഒരു മൊബൈൽ ഫോൺ പോലെയാണ്. അതിൽ ചാർജ് തീർന്നാൽ അത് ഓഫായി പോകും. നമ്മുടെ ഹൃദയത്തിൻ്റെ ചാർജ് എന്ന് പറയുന്നത് ഈമാനാണ്. ആ ഈമാൻ ഇല്ലെങ്കിൽ പാപങ്ങൾ ചെയ്യാൻ എളുപ്പം സാധിക്കും. നമസ്കാരത്തിന് മടി തോന്നും. ഈ ദുനിയാവ് തന്നെ വലുതായി തോന്നും. അപ്പോൾ എങ്ങനെ ഈമാൻ കൂട്ടാം? പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല 3 വഴികൾ പറഞ്ഞു തരുന്നുണ്ട്. ഒന്നാമത്തേത്, അള്ളാഹുവിൻ്റെ സൃഷ്ടികളിലേക്ക് നോക്കുക. രാത്രി സമയത്ത് ആകാശത്തേക്ക് നോക്കുമ്പോൾ കോടാനുകോടി നക്ഷത്രങ്ങൾ. അവയെ താങ്ങി നിർത്തുന്നത് ആരാണ്? അഫലാ യൻളുറൂന ഇലൽ ഇബിലി കൈഫ ഖുലിഖത്. ഒട്ടകത്തെ എങ്ങനെ സൃഷ്ടിച്ചു എന്ന് അവൻ നോക്കുന്നില്ലെന്ന്. ഈത്തപ്പഴക്കുരു മണ്ണിലിട്ടാൽ അത് മുളച്ചൊരു വൃക്ഷമായി വരും. അതിനെ പ്രോഗ്രാം ചെയ്തു വെച്ചതാരാണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല. ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ അവിടെ ഈമാൻ വർദ്ധിക്കുകയാണ്. അടുത്തത്, പരിശുദ്ധ ഖുർആൻ നന്നായി പാരായണം ചെയ്യുക. അള്ളാഹുവിൻ്റെ ആശയങ്ങൾ ഓതി കേൾപ്പിക്കപ്പെടുമ്പോൾ അവിടെയും ഈമാൻ വർദ്ധിക്കും. ഒരു ദിവസം 1 പേജ് അർത്ഥത്തോടു കൂടി പാരായണം ചെയ്യുമ്പോൾ അള്ളാഹുവും അവൻ്റെ അടിമയും തമ്മിലുള്ള സംഭാഷണമാണ് അവിടെ നടക്കുന്നത്. സൂറത്തുൽ ഇഖ്ലാസ് 3 തവണ പാരായണം ചെയ്യുമ്പോൾ പരിശുദ്ധ ഖുർആൻ മുഴുവൻ പാരായണം ചെയ്ത പ്രതിഫലം. എന്തൊരു എളുപ്പം! അടുത്ത്, മരണത്തെ ഓർക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സുഖഭോഗങ്ങളെ മുറിച്ചു കളയുന്നവരെ നിങ്ങൾ മരണത്തെ നന്നായി ഓർക്കുക. നാളെ നമ്മൾ മരിച്ചു പോകേണ്ടവരാണ്. നാളെ ഉണ്ടാകുമോ? നാളെ നമ്മൾ ഖബറിൽ പോയി കിടക്കേണ്ടവരാണ്. ഖബർ നമ്മെ കാത്തിരിക്കുകയാണ്. ഇതെല്ലാം ചിന്തിച്ചു കഴിഞ്ഞാൽ ഈ ദുനിയാവിനോട് നമുക്ക് ഇഷ്ടമില്ലാതാകും. ആഖിറത്തിനോട് വലിയൊരു മോഹം തോന്നും. അപ്പോൾ എങ്ങനെ ഈമാൻ വർദ്ധിച്ചു എന്ന് നമുക്ക് മനസ്സിലാക്കാം. നമുക്കപ്പോൾ നമസ്കാരത്തിന് ഇഷ്ടം തോന്നും. ബാങ്ക് വിളി കേൾക്കുമ്പോൾ ഹൃദയം സന്തോഷിക്കും. അള്ളാഹുവിനോട് ഭയം തോന്നും. ആരും കാണുന്നില്ലെങ്കിലും അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്നുള്ള ഒരു ഓർമ്മ എപ്പോഴും ഉണ്ടാകും. ഏത് പ്രതിസന്ധിയിലും അൽഹംദുലില്ലാ എന്ന് പറയാൻ നമുക്ക് സാധിക്കും. അവിടെയെല്ലാം നമുക്ക് ഈമാൻ വർദ്ധിക്കുകയാണ്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു ദുആ, അല്ലാഹുമ്മ യാ മുഖൽബൽ ഖുലൂബി സബ്ബിത ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ, എൻ്റെ ഹൃദയത്തെ നീ നിന്റെ ദീനിൽ ഉറപ്പിച്ചു നിർത്തണമേ. അള്ളാഹു നമ്മുടെ എല്ലാവരുടെയും ഈമാൻ വർദ്ധിപ്പിക്കട്ടെ. മരണം വരെ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന ആ ഒരു വാക്കിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉറപ്പിച്ചു നിർത്തട്ടെ. ഈമാനോടുകൂടി മരിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. വാഹിർ ദഅവാന അനിൽ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.